ഒരിക്കൽ ലോക കോടീശ്വര പട്ടികയിലെ 6ാമൻ, പിന്നീട് പാപ്പരത്വം സ്വീകരിച്ച് വിവാദ നായകൻ അനിൽ അംബാനി. എന്നാൽ ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ സഹോദരനായ അനിൽ അംബാനി കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. 3 ബാങ്കുകളിലെ കടം തീർത്ത് തന്റെ സാമ്രാജ്യത്തെ വിജയവഴിയിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. റിലയൻസ് ക്യാപിറ്റലിനെ ഹിന്ദുജ സഹോദരങ്ങൾ മികച്ച ഡീലിൽ സ്വന്തമാക്കുന്നത് അനിലിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. റിലയൻസ് പവറിന്റെ കുതിച്ചുയരുന്ന ഓഹരികളും മുംബൈ മെട്രോ ലൈനുമായി ബന്ധപ്പെട്ട 4000 കോടിയുടെ ഇടപാടും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് വിരമിച്ച IAS ഉദ്യോഗസ്ഥനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ജോണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പാനൽ മുംബൈ മെട്രോ 1 പ്രൈവറ്റ് ലിമിറ്റഡിലെ അനിലിന്റെ 74% ഓഹരികളുടെ മൂല്യം 4000 കോടി രൂപയായി കണ്ടെത്തിയത്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡൽ വഴി പാനൽ കണ്ടെത്തിയ ഈ മൂല്യം സംസ്ഥാന ക്യാബിനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്ര സർക്കാർ മുംബൈ മെട്രോ ലൈൻ 1 ഏറ്റെടുക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. ഹിന്ദുവിന്റെ റിപ്പോർട്ട് പ്രകാരം സർക്കാർ ഇപ്പോൾ വായ്പക്കാരുമായി ഇടപാട് ചർച്ച ചെയ്യുകയാണ്. ഇടപാട് സാധ്യമായാൽ അനിൽ അംബാനിയുടെ കയ്യിൽ 4000 കോടി രൂപ എത്തും. സാമ്പത്തിക ഞെരുക്കം ശക്തമായ അനിലിന്റെ കമ്പനികളെ സംബന്ധിച്ച് ഈ തുക വലിയ ബൂസ്റ്റ് ആകും. കാനറ ബാങ്ക്, IDBI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി എന്നീ 6 ഇന്ത്യൻ ബാങ്കുകൾ ധനസഹായം നൽകുന്ന ആദ്യത്തെ മെട്രോ പദ്ധതിയാണ് മുംബൈ മെട്രോ 1 പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ മാസം ആദ്യം നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഒറ്റത്തവണ കടം തീർപ്പാക്കൽ കണക്കിലെടുത്ത് MMOPLനെതിരായ കോർപ്പറേറ്റ് പാപ്പരത്വ നടപടികൾ തീർപ്പാക്കിയിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI ബാങ്ക് എന്നിവയായിരുന്നു കുടിശ്ശികയുടെ പശ്ചാത്തലത്തിൽ മുംബൈ മെട്രോ 1 പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ പാപ്പരത്വ കോടതിയെ സമീപിച്ചത്. മുംബൈ മെട്രോ പദ്ധതിക്കായി 1711 കോടി രൂപ വായ്പ നൽകിയ 6 വായ്പക്കാരുടെ കൺസോർഷ്യത്തിൽ ഉൾപ്പെടുന്ന ബാങ്കുകളാണിവ. സർക്കാരുമായുള്ള അനിലിന്റെ ചർച്ചകൾ വിജയിച്ചാൽ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റി ഒറ്റത്തവണ തീർപ്പാക്കൽ അനുവദിക്കും. ഏറ്റെടുക്കൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കടം കൊടുത്തവരുടെ കുടിശ്ശിക ആദ്യം തീർക്കും. തുടർന്ന് സർക്കാർ കുടിശ്ശിക, ജീവനക്കാരുടെ ശമ്പളം, മുൻഗണനാ ഓഹരി ഉടമകളുടെ സെറ്റിൽമെന്റ് എന്നിവ പൂർത്തിയാകും. റിലയൻസ് ഇൻഫ്രയുടെ ഇക്വിറ്റി പേയ്മെന്റ് ആകും ഇക്കൂട്ടത്തിൽ അവസാനത്തേത് എന്ന് ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു.